ഇന്നിപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ ഇവിടെ ഉണ്ട്, പുറത്ത് അതിലേറെ പെൺകുട്ടികളുണ്ട്. ഇന്ന് പൊതുവെ പെൺകുട്ടികൾക്കിടയിൽ വിവാഹത്തോട് താല്പര്യം കുറഞ്ഞു വരുന്നുണ്ട്, കുടുംബജീവിതത്തോട് താല്പര്യം കുറഞ്ഞു വരുന്നുണ്ട്. ആൺകുട്ടികളെ അപേക്ഷിച്ച് പെൺകുട്ടികൾക്കിടയിൽ വിവാഹത്തോടും കുടുംബജീവിതത്തോടും താല്പര്യം കുറഞ്ഞു വരുന്നുണ്ട്. എന്താ കാരണം? വിവാഹത്തിൻ്റെ അടിസ്ഥാനം മനസ്സിലാക്കാത്തതാണ് കാരണം. കുടുംബജീവിതത്തിനൊരു അടിസ്ഥാനമുണ്ട്. ആദം വല്ലിപ്പ ഹവ്വ ബീവിനെ കല്യാണം കഴിച്ചത് സ്വർഗത്തു നിന്നാണ്. ആദ്യത്തെ പുതിയാപ്പള അബുൽ ബഷറായ ആദം അലൈഹിസ്സലാമാണ്. ആദ്യത്തെ പുതുമണവാട്ടി ഹവ്വ ബീവി റളിയല്ലാഹു അൻഹയാണ്. ആദം നബി എന്ന പുതിയാപ്പള ഹവ്വ ബീവി എന്ന പുതിയണ്ണിനെ കല്യാണം കഴിച്ചത് സ്വർഗത്തു നിന്നാണ്. സ്വർഗത്തിൽ നിന്ന് ആരംഭിച്ചു. അവസാനത്തെ കല്യാണം സ്വർഗത്തിലാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറിയം ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുന്നതാണ് അവസാനത്തെ കല്യാണം. അത് സ്വർഗത്തിലാണ്. അതിനാണ് പുണ്യനബിയുടെ തൃക്കല്യാണം എന്ന് പറയുന്നത്. സ്വർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമായിരിക്കും നബി തങ്ങൾ ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുന്നത് എന്നാണ്. ഇതിനിടയിലുള്ള ചെറിയ കല്യാണങ്ങളാണ് നമ്മളത്. 1,24,000 അമ്പിയാക്കൾ വന്നു. വേറൊരു അഭിപ്രായത്തിൽ 2,24,000 അമ്പിയാക്കൾ ഭൂമിയിൽ വന്നിട്ടുണ്ട്. എല്ലാവരും പെണ്ണെട്ടിയിട്ടുണ്ട്, ഈസാ നബി ഒഴിച്ച്. ഇതിൻ്റെ അടിസ്ഥാനത്തെ മനസ്സിലാക്കിയില്ലെങ്കിൽ കുടുംബജീവിതം തമാശയാവും. എന്തിനാ പത്ര അടങ്ങാറാകണമെന്ന് തോന്നും, അതിനൊന്നും ആവൂലെന്ന് തോന്നും. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കുടുംബജീവിതത്തിൻ്റെ ചില അടിസ്ഥാനങ്ങളുണ്ട്, അത് നിർബന്ധമായും മനസ്സിലാക്കിയിരിക്കണം. എന്നാലേ വൈവാഹിക ജീവിതത്തോടും കുടുംബജീവിതത്തോടും താല്പര്യം ഉണ്ടാവുള്ളൂ. കുടുംബത്തെക്കുറിച്ചും വിവാഹ ജീവിതത്തെക്കുറിച്ചും പലരുടെയും സങ്കല്പം ജീവിതത്തിൻ്റെ അനിവാര്യതയാണ് എന്നാണ്. ജീവിതത്തിന് കല്യാണം കഴിക്കണം എന്നുള്ള അനിവാര്യത ഒന്നുമില്ല, അത് നമുക്ക് വെറുതെ തോന്നിയതാണ്. ജീവിക്കാൻ കല്യാണം കഴിക്കണമെന്നൊരു അനിവാര്യതയും ഇല്ല. പൈസ ഉണ്ടെങ്കിൽ നഴ്സിനെ വെച്ചാൽ മതിയല്ലോ. പൈസ ഉണ്ടെങ്കിൽ നല്ല പൈസ കൊടുത്തിട്ട് നഴ്സിനെ വെച്ചാൽ മതി. 3 ആളെ വെച്ചാൽ മതി, 8 മണിക്കൂർ വീതം. എല്ലാ നേരത്തും കൂടെ ആളുണ്ടാവും. ഭാര്യ അങ്ങനെ തന്നെ ഉണ്ടാവില്ല. ജീവിതത്തിന് ഭാര്യ ഭർത്താവ് എന്ന അനിവാര്യതയില്ല. ഭാര്യ ഭർത്താവ് എന്ന അനിവാര്യതയില്ലത് സ്വർഗത്തിലേക്കാണെന്ന് സൂറത്ത് യാസീനിലുണ്ട്. ഭാര്യ ഭർത്താവിൻ്റെ അനിവാര്യത സ്വർഗത്തിലേക്കാണ്. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ എന്നാണ് സൂറത്ത് യാസീനിലെ സ്വർഗത്തെക്കുറിച്ചുള്ള പരാമർശം. സൂറത്ത് യാസീൻ എന്ന് പറയുന്നത് ഖുർആനിൻ്റെ ഹൃദയമാകുന്നു എന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്ത് യാസീൻ പരിശുദ്ധമായ ഖുർആനിൻ്റെ ഹൃദയമാകുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ഖുർആനിൻ്റെ ഹൃദയമായ സൂറത്ത് യാസീനിൽ സ്വർഗത്തെ ആദ്യം മുതൽ അവസാനം വരെ പരിചയപ്പെടുത്തുന്ന ആയത്താണ് ഹും വ അസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫിഹാ ഫാക്കിഹത്തുൻ വലഹും മാ യദ്ദഊൻ എന്ന ആയത്ത്. ശരിക്കും മനോഹരമായ ഒരു പാർക്കിൽ ചെന്നതുപോലെയുള്ള വിശദീകരണമാണ്. ഒരു വലിയ പാർക്കിൽ കുടുംബസംഗമത്തിന് ചെന്നതാണെന്ന് വിചാരിക്കാം. കോട്ടക്കുന്നിക്ക് പോയതാണ് നമ്മൾ എന്ന് വിചാരിക്കാം. കോട്ടക്കുന്ന് ചെന്നാൽ എന്താ ഉണ്ടാവുക? കോട്ടക്കുന്ന് ചെന്നാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർക്കിൽ ചെന്നാൽ കുറേ മരങ്ങളുണ്ടായിരിക്കും. ഒന്നുകിൽ ഒറിജിനൽ മരങ്ങൾ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ മരങ്ങൾ ഉണ്ടായിരിക്കും. ആ മരത്തിൻ്റെ താഴ്ഭാഗത്ത് സിമൻറ്റ് കൊണ്ടോ ഇരുമ്പ് കൊണ്ടോ ഉണ്ടാക്കിയ ചാരിയിരിക്കുന്ന കട്ടിലുകൾ ഉണ്ടായിരിക്കും. അതിൽ ഒരാണ് ഒരു പെണ്ണ്, ഒരാണ് ഒരു പെണ്ണ്, ഒരാണ് ഒരു പെണ്ണ്, ഒരാണ് ഒരു പെണ്ണ്, അങ്ങനെ ജോഡികളുണ്ടായിരിക്കും. ഒറിജിനലും ഉണ്ടാവും, വാടക കൊടുന്നതും ഉണ്ടാവും. എന്തായാലും അങ്ങനെയാണ് ഉണ്ടാവുക. ഒരാണ് ഒരു പെണ്ണ്, ഒരാണ് ഒരു പെണ്ണ്, അങ്ങനെ ജോഡികളുണ്ടായിരിക്കും. കയ്യിൽ ഐസ്ക്രീം ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഓർഡർ ചെയ്യുന്ന വസ്തുക്കൾ ലഭിച്ചുകൊണ്ടിരിക്കും. ശരി, നിങ്ങൾ ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും ഞാനത് പറഞ്ഞു തീർക്കുകയാണ്. 6 കാര്യങ്ങളാണ് പാർക്കിൽ ചെന്നാൽ ഉണ്ടാകുക. ഒന്നാമത്തെ കാര്യം മരങ്ങൾ, 2 അതിൻ്റെ താഴെ ചാരിയിരിക്കുന്ന കട്ടിലുകൾ, 3 ജോഡികൾ, 4 ഐസ്ക്രീം, 5 ഓർഡർ ചെയ്യുന്ന വസ്തുക്കൾ, 6 ചെവിയിൽ ഇയർഫോൺ. ഇതേ സാധനമാണ് ഈ ആയത്തിൽ. ഹും അവർ, വ അസ്വാജും അവരുടെ ജോഡികളും, ഫീ ളിലാലിൻ മരത്തിൻ്റെ തോട്ടിൽ, അലൽ അറായികി മുത്തഖിഊൻ കട്ടിലിൽ ചാരിയിരിക്കും, ലഹും അവർക്കുണ്ട് ഫിഹാദിൽ ഫാക്കിയത്തുൻ ഐസ്ക്രീം, വലഹും മാ യദ്ദഊൻ അത് കഴിഞ്ഞാൽ പിന്നെ അവർ ഓർഡർ ചെയ്യുന്നത്,
സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, റബ്ബുർ റഹീമായ അള്ളാഹുവിങ്കിൽ നിന്ന് സലാം എന്ന സംസാരം സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. 6 ആയി. ഈ 6 ശരിക്കും സ്വർഗത്തിലുള്ളത്. അതിൽ ജോഡിയാണ്. സ്വർഗത്തിലെല്ലാവരും ഭാര്യയും ഭർത്താവുമായിട്ടാണ് കഴിയുന്നത്. സത്യത്തിൽ കുടുംബജീവിതം എന്നത് സ്വർഗത്തിലേക്കുള്ള ഒരുക്കമാണ്. ഇതിങ്ങനെ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയാലേ 2,24,000 അമ്പിയാക്കൾ വന്നതിൽ എല്ലാവരും പെണ്ണിട്ടത് എന്തിനാ എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അതിൽ ഈസ നബി അലൈഹി ഇസ്ലാം മാത്രം കല്യാണം കഴിച്ചിട്ടില്ല. ഖിയാമത്ത് നാളിൻ്റെ മുന്നോടിയായി ഈസ നബി അലൈഹി ഇസ്ലാം ഇറങ്ങി വരുമെന്നും മഹാനായ സയ്യിദുനാ ഈസ അലൈഹി ഇസ്ലാം കല്യാണം കഴിച്ച് കുടുംബമായി ജീവിച്ച് മക്കളുണ്ടായി മരണപ്പെട്ട് മദീനയിലെ റൗള ഷരീഫിൻ്റെ അടുക്കൽ മറവ് ചെയ്യുമെന്നുമാണ് താരീഖിലുള്ളത്. അതോടുകൂടി ലോകത്ത് വന്ന 1,24,000 അമ്പിയാക്കളും കല്യാണം കഴിച്ച് കുടുംബജീവിതം നയിച്ചവരായി മാറും. ഇങ്ങനെ ഒരടിസ്ഥാനം കുടുംബജീവിതത്തിനുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ എന്തിനാ നമ്മൾ ഇത്ര ഇടങ്ങേറാകണത് എന്നുള്ളതിൻ്റെ ഉത്തരം കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ വൈവാഹിക ജീവിതത്തോട് താല്പര്യം കുറഞ്ഞു വരും, സ്വാഭാവികമാണ്. അതുകൊണ്ട് വൈവാഹിക ജീവിതം എന്നത്, കുടുംബജീവിതം എന്നത് സ്വർഗത്തിലേക്കുള്ള ഒരുക്കമാണ് എന്ന് മനസ്സിലാക്കണം. അതിലെ ഓരോ കാര്യങ്ങൾക്കും സ്വർഗത്തിൽ കൂലി പറഞ്ഞിട്ടുണ്ട്. ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ ആ പെണ്ണിന് 100 ഷഹീദിൻ്റെ കൂലി ഉണ്ടായിരിക്കുമെന്നാണ്. ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന വിഭാഗം ശുഹദാക്കന്മാരാണ്. സയ്യിദു ശുഹദാ എന്ന പേരിൽ അറിയപ്പെടും മഹാനായ സയ്യിദുന ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു. കൊന്നിട്ട് മേത്ത് കയറിയിരുന്നിട്ട് നെഞ്ച് കുത്തിക്കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൈയിട്ട് കരൾ വലിച്ച് പുറത്തേക്കെടുത്തിട്ട് ഹിന്ദ് വായയിലിട്ട് ചവച്ചു തുപ്പി. അതാണ് ഒരു ഷഹീദ്. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കഴുകരത്തിൽ കയറ്റിയിട്ട് ചുറ്റുഭാഗത്തു നിന്നും അമ്പെയ്തിട്ട് മരണപ്പെടുമ്പോൾ ഉണ്ടായിരുന്നത്. ഇതാണ് ഒരു ഷഹീദ് എന്ന് പറഞ്ഞാൽ. അങ്ങനത്തെ 100 ഷഹീദിൻ്റെ കൂലിയും ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ ഒരു സ്ത്രീക്കുണ്ടാകുമെന്നാണ്. ഈ ലക്ഷ്യം മറന്നാൽ പിന്നെ ഭാരമാവും. ലക്ഷ്യം മറന്നാൽ ഭാരമായി മാറും. ലക്ഷ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കല്യാണം കഴിച്ചു, അതിൽ അവനൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയുടെ ഓരോ ശ്വാസത്തിൻ്റെ എണ്ണം കണ്ടും അവൻ്റെ ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും ഏടുകളിൽ അള്ളാഹു ഹസനാത്തിന് എഴുതി വെക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കിയാലാ നമ്മൾ എന്തിനായി ഇടങ്ങാറാകുന്നത് എന്നതിൻ്റെ ഉത്തരം കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്തിനാ ഈ ചോര നീരാക്കിയിട്ട് ഗൾഫ് പോയി അധ്വാനിക്കണത് വേണ്ട എന്ന് തോന്നും. അധ്വാനത്തിൻ്റെ കാര്യം പറയുമ്പോൾ വേറൊന്ന് പറയാണ്ട്, ജോലി ഉള്ളിടത്തോളം കാലം അധ്വാനിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ആരോഗ്യമുള്ളിടത്തോളം കാലം, ജോലി ഉള്ളിടത്തോളം കാലം മനുഷ്യൻ അധ്വാനിക്കണം. വരുമാനം വേണം, ജോലി വേണം. ചെറിയ വരുമാനമെങ്കിലും എല്ലാവർക്കും വേണം. ജോലി ഉണ്ടെങ്കിൽ നമ്മളെന്താ വെച്ചാൽ കുട്ടികളൊക്കെ രേഷം വലുതായി ഇങ്ങനെ വരുമ്പോൾ ഇനിയിപ്പോൾ ഒന്നിനും ആവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് പെരേ കുത്തിരിക്കും. അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ്. തൊഴിലിൻ്റെ മഹത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല പണത്തിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ശരിക്ക് ഭക്ഷണം കഴിക്കലല്ല. പണം ഉണ്ടായിച്ചിട്ട് ഭക്ഷണം കഴിക്കാനൊന്നും പറ്റൂല. അരിക്കച്ചോടാണ് എന്ന് വിചാരിക്കാം. മൂപ്പർക്ക് അരിക്കച്ചോടാണ്. തിന്നാനുള്ള തൗഫീക്കില്ലെങ്കിൽ ചങ്കക്കൂടി ഒരു മണി കീഴ്പ്പെട്ടാണ് പോവില്ല. തിന്നാൻ തൗഫീക്ക് ഉണ്ടെങ്കിൽ പണം ഉണ്ടായിരിക്കൽ നിർബന്ധമില്ല. ശരിക്കും പൈസൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കലോ രോഗത്തിന് ചികിത്സിക്കലോ ഒന്നുമല്ല. നമ്മളുള്ളിടത്തോടുള്ള പൈസ മുഴുവൻ ആശുപത്രി കൊണ്ടുപോയി കൊടുക്കേണ്ടി വരുന്നതിൻ്റെ കാരണം ഈ പൈസ ആശുപത്രി കൊടുക്കാനാണെന്ന് നമ്മൾ വിചാരിക്കുന്നു എന്നതാണ്. ഞാൻ ഹജ്ജിന് പോയ സമയത്ത് ചാവക്കാട്ടുകാരനായ ഒരാളുണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ ഞങ്ങളിങ്ങനെ തമാശയൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഞാൻ മൂപ്പരോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂല് മിസ്കീനായി ജീവിക്കാനും മിസ്കീനായി മരിക്കാനും വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അള്ളാഹു തആല നമ്മളെ മിസ്കീനായി ജീവിപ്പിച്ച് മിസ്കീനായി മരിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പരിനോട് പറഞ്ഞു, അപ്പോൾ ഉസ്താദേ ഒരു ആശുപത്രി കേസ് വന്നാൽ എന്താ കാട്ടുക എന്ന് ചോദിച്ചു. ഞാനതിന് മറുപടി പറഞ്ഞു, ആ ആശുപത്രി കേസ് വരാതിരുന്നാൽ പോരെ, കുഴപ്പമൊന്നുമില്ലല്ലോ, അത് വന്നോണമെന്നിപ്പോൾ എന്താ നിർബന്ധമുള്ളതെന്ന് ചോദിച്ചു. അങ്ങനെ ഏതായാലും ഹജ്ജൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് വിവരം അറിയാൻ വേണ്ടി മൂപ്പരെ വിളിച്ചപ്പോൾ ഭാര്യ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, മൂപ്പരെ ബൈപ്പാസ് കഴിഞ്ഞ് കിടക്കുകയാണ് എന്ന് പറഞ്ഞു.
നമ്മുടെ പണം ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരുന്നതിൻ്റെ കാരണം ഇത് ആശുപത്രിയിൽ കൊടുക്കാനുള്ള പൈസയാണെന്ന് നമ്മൾ വിചാരിക്കുന്നു എന്നതാണ്. അങ്ങനെ നമ്മൾ വിചാരിക്കേണ്ട. പൈസൻ്റെ ഉപയോഗം അതല്ല. ശരിക്ക് പണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത് ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നതാണ് പണത്തിൻ്റെ ഉപയോഗം. മനുഷ്യൻ മരിക്കണ നേരത്ത് ഒരു സെക്കൻഡ് ചോദിക്കുന്നത് ദാനധർമ്മം ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ തൊഴിലുണ്ടായിരിക്കണം, തൊഴിലെടുക്കണം. എന്തിന്? ദാനധർമ്മം ചെയ്യാൻ. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പ അബൂ സാലിഹ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കാട്ടിൽ പോയി വിറക് വെട്ടിക്കൊണ്ടുവന്ന് അങ്ങാടിയിൽ വിൽപ്പന നടത്തി റൊട്ടി വാങ്ങിക്കഴിക്കുകയും ബാക്കി സ്വതക്ക ചെയ്യുകയും ചെയ്യുന്ന ആളായിരുന്നു എന്നാണ്. അപ്പോൾ അതുകൊണ്ട് പണത്തിൻ്റെ ഉപയോഗത്തെ മനസ്സിലാക്കി നമ്മൾ എപ്പോഴും തൊഴിലെടുക്കണം. സ്വന്തം വരുമാനം ഇല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ വില കുറയും. സ്വന്തം വരുമാനം ഇല്ലെങ്കിൽ ആളുകൾക്കിടയിൽ വില നഷ്ടപ്പെടും. അതുകൊണ്ട് തൊഴിലുള്ളിടത്തോളം കാലം തൊഴിലെടുക്കുകയും അങ്ങനെ ജീവിക്കുകയും വേണം. കുടുംബജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ്. ഭാര്യയും ഭർത്താവും മാത്രമല്ല കുടുംബം എന്ന് പറഞ്ഞത്. ഗൾഫിലൊക്കെ ചെന്നിട്ട് കുട്ടികളോട് എന്താ ഫാമിലിയുടെ വിശേഷം എന്ന് ചോദിച്ചാൽ പറയും ഫാമിലിയൊക്കെ വളരെ ഉഷാറാണ്, ഓലൊക്കെ ഇവിടെ ഉണ്ട് അറിയും. അപ്പം ഉമ്മയെന്ന് ചോദിച്ചാൽ പറയും അല്ല ഉമ്മ ഇവിടെ ഇല്ല അറിയും. അപ്പോൾ ഫാമിലിയിൽ ഉമ്മനെ പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ ഫാമിലി എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ സാങ്കേതിക പ്രയോഗത്തിൽ ഉമ്മ ഉൾപ്പെടില്ലായിരിക്കട്ടോ. ഇസ്ലാമികമായി കുടുംബം എന്ന് പറഞ്ഞാൽ ഉമ്മയും വാപ്പയും ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഉമ്മയും വാപ്പയും അതിൽ പ്രധാനമാണ്. ജ്യേഷ്ഠനും അഞ്ചനും തമ്മിൽ മുണ്ടാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് യൂസുഫ് നബിയുടെ കഥ വായിക്കണം എന്നാണ്. 10 ഉറുപ്പ്യ കൊടുത്താൽ ബുക്ക് സ്റ്റാളിൽ വാങ്ങാൻ കിട്ടും യൂസുഫ് നബിയുടെ കഥ. നിർബന്ധമായിട്ടും വായിക്കണം. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ തൻ്റെ ജ്യേഷ്ഠന്മാർ കിണറ്റിലിട്ടത് കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു. മരിച്ചു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി അവസാനം ഒരു പാറക്കല്ലും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാം മിസ്രിലെ രാജാവായി. യൂസുഫ് നബി മിസ്രിലെ രാജാവായ സമയത്ത് തൻ്റെ 9 ജ്യേഷ്ഠ സഹോദരന്മാർ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരു ദിവസം വന്നു. അവർ വന്ന ദിവസം യൂസുഫ് നബി അലൈഹി ഇസ്ലാം തൻ്റെ രാജസിംഹാസനത്തിൽ ബഹുമാനത്തോടുകൂടെ ഇരുന്നില്ല എന്നാണ്. ആ മനുഷ്യന് അള്ളാഹു ഒരുപാട് നിയമത്ത് കൊടുത്തു. ഒരിക്കൽ നൈൽ നദിയിലെ മറുകരയിൽ താമസിക്കുന്ന ആളുകൾ യൂസുഫ് നബിനോട് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലൊന്ന് വന്ന് പാർക്കണം എന്ന് പറഞ്ഞു. യൂസുഫ് നബി ചോദിച്ചു എന്തിനാ നിങ്ങളെ നാട്ടിൽ പാർക്കണമെന്ന് ചോദിച്ചു. നിങ്ങൾ അവിടെ വന്ന് പാർത്താൽ അവിടെ നല്ല പൈസ ഉണ്ടാവുന്ന ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞു. യൂസുഫ് നബി പറഞ്ഞു എന്നെക്കൊണ്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ വരാറുന്നു. അങ്ങനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം മറുകരയിൽ പോയി താമസിച്ചു. അവർക്ക് സമ്പത്തുണ്ടായി, കടം വീടി, പെരപ്പണി തീർന്നു, കൃഷി ഉണ്ടായി, സമ്പൽ സമൃദ്ധി ഉണ്ടായി. യൂസുഫ് നബി അലൈഹി ഇസ്ലാം മറുകരയിൽ വെച്ചുകൊണ്ട് മരണപ്പെടുകയും ചെയ്തു എന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ താരീഖിൽ കാണും. അതുകൊണ്ട് ഒരു സന്ദേശം ഞാൻ നിങ്ങൾക്ക് കൈമാറട്ടെ. നമ്മൾ നല്ലവരായി ജീവിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് 7 തലമുറ അതിൻ്റെ ഗുണം അനുഭവിക്കും എന്ന ഒരു തിരിച്ചറിവിൽ നിന്ന് അള്ളാഹുവിന് തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുക. കുടുംബത്തിന് പ്രാധാന്യമുണ്ട് എന്നാലില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ പ്രാധാന്യം ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് ഏറ്റവും കൂടുതൽ ഭയം ആർക്കാണോ അവന് മാത്രമേ അള്ളാഹുവിങ്കിൽ പ്രാധാന്യമുള്ളൂ.